ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് യാങ്ജോയെ യാങ്ജോ ആക്കിയിട്ടുള്ള സ്വീ ഡൈനാസ്റ്റിയിലെ സ്വീദ യാങ് എന്ന എംപററുടെ മൗസോളിയം കാണാനാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. ഈ കാണുന്ന സ്ഥലത്ത് നിന്നും ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടിയ എല്ലാ പുരാവസ്തുക്കളെയും കുറിച്ചുള്ളൊരു ചൈനീസ് ഡോക്യുമെൻ്റ് കണ്ട് അന്തം വിട്ട് കുന്തം ഒഴിഞ്ഞ പോലെ ഇരിക്കുകയാണ് ഈ ആൾക്കാരും പിന്നെ ഞങ്ങളും. മുഴുവനായും മണ്ണാൽ മൂടപ്പെട്ട ഈ സ്ഥലത്തെ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് കണ്ടെത്തുന്നതും അതുപോലെ ഈ കാണുന്ന മോഡേൺ രീതിയിലേക്ക് പുനരൂപീകരിച്ചതും. മൊസോളിയത്തോട് തന്നെ ചേർന്ന് കിടക്കുന്ന മ്യൂസിയമാണ് നമ്മളിനിപ്പോൾ കാണാൻ പോകുന്നത്. മ്യൂസിയത്തിനുള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് സ്വീ ഡൈനാസ്റ്റി യാങ്ജോ ഭരിച്ചതിനെ കുറിച്ചുള്ള ഒരു ആനിമേഷൻ കാണാൻ പറ്റും. മരത്തിലുണ്ടാക്കിയിട്ടുള്ള യാങ്ജോ കൊട്ടാരത്തിൻ്റെ ഒരു മിനിയേച്ചറാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വീ ഡൈനാസ്റ്റിയെക്കുറിച്ചുള്ള ഹിസ്റ്ററിയും യാങ്ജോയെക്കുറിച്ചുള്ള ഹിസ്റ്ററിയും എല്ലാം നമുക്ക് ഈ ഒരു ഒറ്റ മ്യൂസിയത്തിൽ തന്നെ എല്ലാം നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിലാണ് അവരുണ്ടാക്കിയിട്ടുള്ളത്. ചെറിയ കുട്ടികൾക്ക് വരെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു മ്യൂസിയം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിന് ഈ സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടുള്ള എല്ലാ പുരാവസ്തു സാധനങ്ങളും ഈ മ്യൂസിയത്തിലാണ് പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഹിസ്റ്ററിക്കൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ മ്യൂസിയവും മൊസോളിയം അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. സോ നെക്സ്റ്റ് ടൈം കാണാം. ജയ് ജിയാൻ.